നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പണിമുടക്ക് സമരം പിൻവലിക്കാൻ തീരുമാനമുണ്ടായിട്ടും തലശ്ശേരി കേന്ദ്രീകരിച്ച് തുടരുന്ന അനിശ്ചിതകാല ബസ് സമരം 4ാം ദിവസവും തുടർന്നു. സർവീസ് നടത്തിയത് ചുരുക്കം ചില ബസ്സുകൾ മാത്രം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. അമിത്ഷാ പറഞ്ഞ വാക്കുപാലിച്ചെന്നും പാംബ്ലാനി. മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവതി ന്യൂമാഹി പോലീസിന്റെ പിടിയിലായത് മട്ടാമ്പ്രം സ്വദേശി റുബൈദ. ഒരു കൂട്ടം തൊഴിലാളികൾ നടത്തുന്ന ബസ് സമരത്തിനെതിരെ തലശ്ശേരിയിൽ ഡിവൈഎഫ്ഐ രംഗത്ത്. ശനിയാഴ്ച സർവീസ് നടത്താത്ത ഒരു ബസ്സും ഞായറാഴ്ച നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്നും ഡിവൈഎഫ്ഐ. വാർത്തകൾ വിശദമായി. പണിമുടക്ക് സമരം പിൻവലിക്കാൻ തീരുമാനമുണ്ടായിട്ടും തലശ്ശേരി കേന്ദ്രീകരിച്ച് തുടരുന്ന അനിശ്ചിതകാല ബസ് സമരം 4ാം ദിവസവും തുടർന്നു. ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. വാട്സപ്പിലൂടെയാണ് തൊഴിലാളികളിൽ ചിലർ പണിമുടക്ക് ആഹ്വാനം നടത്തിയത്. ഒരു യൂണിയനിലും അംഗമല്ലാത്ത ഏതാനും ചിലർ തൊഴിലാളികളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നേരിട്ടും നടത്തിയ ഇടപെടലിന്റെയും സമ്മർദ്ദ ഭീഷണിയെയും തുടർന്ന് മിക്ക റൂട്ടുകളിലും ശനിയാഴ്ച രാവിലെ സ്വകാര്യ ബസ്സുകൾ ഓടിയില്ല. വിരലിലെണ്ണാവുന്ന ബസ്സുകൾ മാത്രമാണ് ചില റൂട്ടുകളിൽ ഓടിയത്. ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനം അട്ടിമറിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും തയ്യാറായി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6:30 തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂരിലെ വിഷ്ണുവിനെ ജോലിക്കിടയിൽ പെരിങ്ങത്തൂരിൽ വെച്ച് ഒരു സംഘം ആക്രമിച്ചതിനെ തുടർന്നാണ് തൊഴിലാളികൾ ബുധനാഴ്ച രാവിലെ മുതൽ അനിശ്ചിതകാല പണിമുടക്ക് സമരം ആരംഭിച്ചത്. ഇതിനിടെ അക്രമക്കേസിൽ 7 പേരെ പ്രതി ചേർത്ത് അന്വേഷണം തുടങ്ങിയ പോലീസ് പ്രതികളായ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവരും ഇപ്പോൾ ജയിലിലാണുള്ളത്. സമരം പിൻവലിക്കാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ചൊക്ലി പോലീസ് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ധാരണയായിരുന്നു. എന്നാൽ ഒരു കൂട്ടം തൊഴിലാളികൾ വഴങ്ങിയില്ല. സമരം തുടരാൻ ഇവർ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്ന് പിന്നെയും സമരം തുടർന്നു. ബസ് കണ്ടക്ടറെ ആക്രമിച്ച സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും വരെ സമരം തുടരാനായിരുന്നു തൊഴിലാളികളുടെ ആഹ്വാനം. ASP ഓഫീസിൽ വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിന് ശേഷവും തൊഴിലാളികളുടെ പേരിൽ ഒരു കൂട്ടർ ഇതേ പ്രചരണം നടത്തി. എന്നാൽ ഇത് ശരിയല്ലെന്നും മുഴുവൻ റൂട്ടുകളിലും ബസ് സർവീസ് നടത്തണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാൻ ഏതാനും തൊഴിലാളികൾ കൂട്ടാക്കിയില്ല. ഇവരുടെ ധിക്കാരപരമായ നിലപാടിനെതിരെ നാട്ടുകാരിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നടക്കുന്ന ഒരു സമരത്തെയും INTUCക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംയുക്തമായിട്ടാണ് നാളിതേവരെയുമായി ചർച്ച ചെയ്ത് അധികൃതരുടെ സാന്നിധ്യത്തിൽ തീർപ്പാക്കിയത്. ആ തീർപ്പുമായി തലശ്ശേരിയിലെ സ്വകാര്യ ബസ് മേഖലയിലെ മുഴുവൻ തൊഴിലാളികളും സഹകരിക്കണം. ഇത്തരം സമരങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സമരത്തെ എതിർക്കാനും പരാജയപ്പെടുത്താനുള്ള ബാധ്യത ജനങ്ങൾക്ക് ഉണ്ട്. സമരം പിൻവലിച്ചതായുള്ള വാർത്തകൾ മാധ്യമങ്ങൾ വഴി അറിഞ്ഞതോടെ ശനിയാഴ്ച രാവിലെ പതിവ് പോലെ റോഡിലിറങ്ങിയവർ ബസ്സുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് തിരികെ പോവുകയായിരുന്നു. ചിലർ സമാന്തര സർവീസുകളെ ആശ്രയിച്ച് ലക്ഷ്യസ്ഥലത്തെത്തുകയായിരുന്നു. ഒരു കൂട്ടം തൊഴിലാളികൾ നടത്തുന്ന ബസ് സമരത്തിനെതിരെ തലശ്ശേരിയിൽ ഡിവൈഎഫ്ഐ രംഗത്ത്. ശനിയാഴ്ച സർവീസ് നടത്താത്ത ഒരു ബസ്സും ഞായറാഴ്ച നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കി. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഒരു കൂട്ടം തൊഴിലാളികൾ നടത്തുന്ന സ്വകാര്യ ബസ് പണിമുടക്കിനെതിരെ ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി രംഗത്ത്. ഒരു നേതൃത്വവുമില്ലാതെ KL 58 എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായാണ് ഒരു കൂട്ടം തൊഴിലാളികൾ സമരപ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നത്. ഈ ഗ്രൂപ്പിന്റെ അഡ്മിന്മാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. ഓടാത്ത ബസ്സിന് മുകളിൽ പോസ്റ്ററുകൾ പതിച്ച് പ്രതിഷേധം അറിയിച്ചു. ശനിയാഴ്ച ഓടാത്ത ബസ്സുകൾ ഞായറാഴ്ചയും ഓടേണ്ടതില്ലെന്ന് നേതാക്കളായ മുഹമ്മദ് അഫ്സലും PV സച്ചിനും പറഞ്ഞു.
ഒരു സംഘടനയും ഇവിടെ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചു വെച്ചതുപോലെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ പണിമുടക്കിന് ആഹ്വാനം വന്നപ്പോൾ ആ പണിമുടക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന തൊഴിലാളികളോട് പറയാനുള്ളത്, നിങ്ങളെ തന്നെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് എന്റെ പ്രസംഗം ഏതെങ്കിലും തൊഴിലാളികൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ് ഓടാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം. ബസ് ഓണേഴ്സിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. ബസ് ഓണേഴ്സ് പറയുന്നത് തൊഴിലാളികൾ വാഹനമെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. തൊഴിലാളികൾ വാഹനമെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും പൊന്നുമോൻ ആ വാഹനം തടയാൻ മുന്നോട്ട് വന്നാൽ ആ വാഹനത്തെ സംരക്ഷിക്കാനും ആ പൊന്നുമോനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും ഞങ്ങൾ ഡിവൈഎഫ്ഐ ഉണ്ടാവും എന്ന ഉറപ്പ് ഇവിടെയുള്ള ആളുകൾക്ക് നൽകാൻ ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. ബസ്സിന് തൊഴിലാളികൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ആരാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്നെല്ലാമുള്ള കൃത്യമായ ബോധ്യം ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞങ്ങളൊരു കാര്യം മാത്രമാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ആശുപത്രികളിലേക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തൊഴിലിടങ്ങളിലേക്കും പോകുന്ന ജനങ്ങളെ വലച്ചിട്ടുള്ള ഒരു ബസ്സും, ഇന്നോടാത്ത ഒരു ബസ്സും നാളെ മുതൽ ഈ തലശ്ശേരിയിൽ നിന്ന് സർവീസ് നടത്താൻ തയ്യാറാവില്ല. തലശ്ശേരിയിലെ ഡിവൈഎഫ്ഐയുടെ 258 യൂണിറ്റ് കമ്മിറ്റികളും നിങ്ങളുടെ ഓരോ ബസ് സ്റ്റോപ്പിനകത്തും നിങ്ങളെ തടയുന്ന നിലയുണ്ടാകും. ഞങ്ങളിതാ ഈ നിരത്തി വെച്ചിട്ടുള്ള എല്ലാ ബസ്സിനകത്തും പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാന്തര സർവീസ് നടത്തി. പാനൂർ മേഖലയിലും സ്വകാര്യ ബസ് സമരം പിൻവലിക്കാൻ ധാരണയായി. പാനൂർ പോലീസ് സ്റ്റേഷനിൽ ശനിയാഴ്ച രാവിലെ ഇൻസ്പെക്ടർ MV ഷിജുവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഞായറാഴ്ച മുതൽ ബസ്സുകൾ പൂർണ്ണമായും ഓടും. പാനൂർ മേഖലയിൽ ശനിയാഴ്ച രാവിലെ തന്നെ പല ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ചില ബസ് തൊഴിലാളികൾ ഓടാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് പാനൂർ ഇൻസ്പെക്ടർ MV ഷിജു തൊഴിലാളികളുമായി ചർച്ച നടത്തിയത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും കണ്ടക്ടർ വിഷ്ണുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും ഇൻസ്പെക്ടർ അറിയിച്ചു. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും ന്യായമായ നീതിപൂർവമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അതിനുള്ള സംവിധാനം പോലീസ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള നടപടി, ശക്തമായ നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടാവും. അത്രയായിരിക്കും ഞാൻ പറയാം. അത് നമുക്ക് റൂൾസ് ആക്കി നമുക്ക് ഞാൻ ഓരോ പറയാം. ഇല്ല ബസ് സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ ഈ പറയുന്ന കൂടിക്കയറുന്ന രാവിലെ വരുന്ന കയറാത്ത ഞാൻ അത് തന്നെ പറയാം. പോലീസ് കൂട്ടായ്മയുണ്ട്, അത് അവരെ കൊണ്ട് പറഞ്ഞ് കേട്ടിക്കാം. പിന്നെ പുതിയ പിള്ളേരല്ല, അവർക്ക് അവരുടേതായ ഒരു ഗ്യാങ്ങും അവരെ വരട്ടെ എന്നിട്ട് പോകാന്നൊക്കെയുള്ള. ഇതോടെയാണ് സമരം പിൻവലിച്ചത്. അന്വേഷണത്തിൽ അലംഭാവമുണ്ടാവുകയാണെങ്കിൽ വീണ്ടും സമരരംഗത്തിറങ്ങുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു. തൊഴിലാളികളും വിദ്യാർത്ഥികളും തമ്മിലും തൊഴിലാളികളും പൊതുജനങ്ങളും തമ്മിലും ഉള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കാൻ പൊതുവിൽ ധാരണയായി. പാനൂർ മേഖലയിൽ തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ ആവശ്യമായ വിധത്തിലുള്ള എല്ലാ നിയമ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കും എന്നുള്ള CIയുടെ ഉറപ്പിൻ്റെ മേലെ പാനൂർ മേഖലയിൽ ബസ് തൊഴിലാളികൾ നടത്തിവരുന്ന സമരം പിൻവലിക്കുകയാണ്. ലഭ്യമായിട്ടുള്ള തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഇപ്പോൾ സാധിക്കുന്ന പരമാവധി ബസ്സുകൾ ഇന്ന് ഓടിക്കും. ബാക്കിയുള്ള ബസ്സുകൾ നാളെയും ഓടും. നാളെയോടുകൂടെ പാനൂർ മേഖലയിൽ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തും എന്ന് ഇപ്പോൾ തത്വത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് CIയുമായി ചേർന്ന് നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് എന്നുള്ള വിവരം പൊതുജനങ്ങളെ അറിയിക്കാനും കൂടെ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. പാനൂർ സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ K. ബിജു, CK റോജിൻ, K. അശ്വിൻ, K. വൈഷ്ണവ്, K. അർജുൻ, നിവേദ് കൃഷ്ണ, MK അമൽ, PTK സുനിൽ, M. പ്രജിത്ത്, PV സജേഷ് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി പാനൂർ മേഖലകളിൽ നടക്കുന്ന ബസ് സമരത്തിൽ ഇടപെട്ട് ഷാഫി പറമ്പിൽ MB. ജില്ലാ കളക്ടറെയും പോലീസ് കമ്മീഷണറെയും ഫോണിൽ ബന്ധപ്പെട്ട MB ബസ് സമരം തീർക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടറുമായിട്ടാണ് സംസാരിച്ചത്. അതിനു മുമ്പ് കമ്മീഷണറായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തുടങ്ങിയ എല്ലാവരുമായിട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ബസ് സമരം തീർക്കാനുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളി പ്രതിനിധികളുമായിട്ടും സംസാരിക്കാൻ ശ്രമിച്ചു. അവരുടെ ആവശ്യം ഇത്രയും ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം.
അവരുടെ പിന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡ്സിനെ സംബന്ധിച്ച് പോലും അവർക്ക് വലിയ ആശങ്കകളുണ്ട്. അപ്പോൾ അവരെത്രയും പെട്ടെന്ന് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അപ്പോൾ ആ ആവശ്യത്തെയും പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാവാനും നാളെ മുതൽ കാര്യങ്ങൾ നോർമൽസിയിലേക്ക് വരാനും വേണ്ട ഇടപെടൽ വേണമെന്നാണ് കളക്ടറോടും കമ്മീഷണറോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതല്ലാത്ത പക്ഷം എന്താണ് ബദൽ മാർഗം, ജനങ്ങളെ സഹായിക്കാൻ KSRTC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാവുമെന്നാണ് എല്ലാ അധികാരികളും ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. കേന്ദ്ര സർക്കാരിന്റെയും അമിത്ഷായുടെയും ഇടപെടലിനെ തുടർന്നാണ് ജാമ്യം ലഭിച്ചത്. വൈകിയാണെങ്കിലും നീതി ലഭിച്ചെന്നും അമിത്ഷാ പറഞ്ഞ വാക്ക് പാലിച്ചെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എടുത്ത നിലപാട് ശ്ലാഘനീയമാണെന്നും പാംബ്ലാനി പറഞ്ഞു. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു, അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ മേല് അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യം. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ച് കാര്യമായ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കന്യാസ്ത്രീകൾക്കെതിരായ കേസ് പിൻവലിക്കാനും ആവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്നും പാംബ്ലാനി ആവശ്യപ്പെട്ടു. മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവതി ന്യൂമാഹി പോലീസിന്റെ പിടിയിലായി. മട്ടാമ്പ്രം സ്വദേശിനി PK റുബൈദയെയാണ് ന്യൂമാഹി പോലീസും ഡാൻസാഫും ചേർന്ന് പരിമടം ഹൈവേ പരിസരത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. ന്യൂമാഹി പോലീസും ഡാൻസാഫ് സംഘവും ചേർന്നാണ് പരിമടം ഹൈവേ പരിസരത്ത് നിന്നും ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്നും 1.389 ഗ്രാം MDMA കണ്ടെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് യുവതി പിടിയിലായത്. ഡാൻസാഫ് സംഘത്തിനൊപ്പം ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ SI M പ്രശോഭ്, ASI ശ്രീജ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സ്വപ്നറാണി, സോജേഷ്, റിജിൽനാഥ് എന്നിവരും ഉണ്ടായി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ചോനാടം ബ്രാഞ്ച് ജീവനക്കാർ നടത്തുന്ന ജൈവ പച്ചക്കറി കൃഷി പച്ചത്തുരുത്തിന് തുടക്കമായി. കൃഷിയുടെ നടീൽ ഉദ്ഘാടനം റെപ്കോ ചെയർമാൻ കാരായി രാജൻ നിർവഹിച്ചു. കൃഷിയുടെ നടീൽ ഉദ്ഘാടനം റെപ്കോ ചെയർമാൻ കാരായി രാജൻ നിർവഹിച്ചു. കേരളത്തിലെ ഓരോ പ്രാഥമിക സഹകരണ ബാങ്കും അതിൻ്റെ അർത്ഥം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് കാർഷിക സഹകരണ ബാങ്ക് എന്നുകൂടിയാണ്. കാർഷിക മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക സമൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയിലെ ബാങ്കിംഗ് പ്രവർത്തനം കൂടി നടത്തുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. അത്തരമൊരു ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ടുകൂടിയാണ് ഇത്തരമൊരു വൈവിധ്യവർദ്ധന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാർഷിക നഴ്സറിയും മറ്റ് കാർഷിക മേഖലകളിൽ ഇടപെട്ടുകൊണ്ടുമുള്ള പ്രവർത്തനങ്ങളിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് മാതൃകയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു നല്ല മാതൃക, ശമ്പളം വാങ്ങുകയും ജോലി ചെയ്തു പോവുകയും ചെയ്യുന്നതിനപ്പുറം തങ്ങൾക്കതിന് മേലെയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് കാട്ടിക്കൊടുക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചോനാടം ബ്രാഞ്ചിലെ ജീവനക്കാരെല്ലാം കൂട്ടായെടുത്ത തീരുമാനം
അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അത്തരമൊരാശയം മുന്നോട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ എല്ലാ ശില്പികളെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ പ്രത്യേക സന്ദർഭത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും നല്ല കാർഷികോൽപ്പന്നങ്ങൾ ലഭിക്കാൻ, വിഷരഹിതമായ പച്ചക്കറിയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ലഭിക്കാൻ, അതുവഴി മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ, ക്യാൻസർ ഉൾപ്പെടെയുള്ള മഹാരോഗങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ മായം കലർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളുമെല്ലാമാണ് ഒരു പ്രധാന വില്ലൻ എന്ന് കണ്ടെത്തി. കൃഷിക്ക് പുറമെ ബാങ്കിന്റെ ആഗ്രോ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള വിവിധയിനം പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും ഇനി മുതൽ ചോനാടം ബ്രാഞ്ചിൽ മിതമായ നിരക്കിൽ ലഭ്യമാകും. ആദ്യ വിൽപ്പന കുടുംബശ്രീക്ക് നൽകി വാർഡംഗം ഡോക്ടർ സംഗീത നിർവഹിച്ചു. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി പി സുരേഷ് ബാബു, അസിസ്റ്റന്റ് സെക്രട്ടറി എം രാജേഷ് ബാബു, ബ്രാഞ്ച് മാനേജർ ഇ കെ ശൈലേഷ് എന്നിവർ പങ്കെടുത്തു. ബാങ്ക് ഡയറക്ടർമാരായ പ്രകാശൻ കാട്ടിയത്ത് സ്വാഗതവും പി സി ദിനേശൻ നന്ദിയും പറഞ്ഞു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തയിലേക്ക്. ലഹരി കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും MDMA-യുമായി പിടിയിൽ. ശ്രീകണ്ഠാപുരം സ്വദേശി ഷബീറാണ് പിടിയിലായത്. വീട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ ലഹരി കച്ചവടം നടത്തുന്നത്. ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. വീട് കേന്ദ്രീകരിച്ചാണ് ഷബീർ ലഹരി കച്ചവടം നടത്തിയത്. കണ്ണൂരിലെ ലഹരി മാഫിയ കണ്ണികൂടിയായ ഷബീറിനെ പിടികൂടിയത് ഡാൻസ് ഓഫ് സംഘമാണ്. ലഹരി കച്ചവടം പിടിക്കപ്പെടാതിരിക്കാൻ വീടിന് കൂറ്റൻ മതിലും പട്ടികളെ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. ചുറ്റും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. അശ്രദ്ധമായും ഹെൽമറ്റ് ധരിക്കാതെയും ബൈക്ക് ഓടിച്ചതിന് ഫോട്ടോ എടുത്തതിന് പാനൂർ ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ബൈക്ക് യാത്രികരായ 2 പേരെ പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈക്ക് ഓടിച്ചിരുന്ന കൂറ്റേരിയിലെ അമ്പകൃപയിൽ ശ്രീബിഷ്, കൂടെ യാത്ര ചെയ്ത മൊകേരിയിലെ കുഞ്ഞിപ്പറമ്പത്ത് നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. ബൈക്ക് ഓടിച്ചിരുന്ന കൂറ്റേരിയിലെ അമ്പകൃപയിൽ ശ്രീബീഷ്, കൂടെ യാത്ര ചെയ്ത മൊകേരിയിലെ കുഞ്ഞിപ്പറമ്പത്ത് നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. പാനൂർ പോലീസ് സ്റ്റേഷനിലെ CPO അഖിലേഷ് AK-യാണ് പ്രതികൾ കയ്യേറ്റം ചെയ്തത്. ശ്രീബീഷ് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനുമാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജനങ്ങളുടെ യാത്ര ദുരിതത്തിലാക്കുന്ന തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലെ ബസ് സമരത്തിനെതിരെയും ബസ് ജീവനക്കാരനെ ആക്രമിച്ച പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെയും UDF കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പെരിങ്ങത്തൂർ ടൗണിൽ DCC ജനറൽ സെക്രട്ടറി KP സാജു സംഗമം ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങത്തൂർ ടൗണിൽ നടന്ന പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി KP സാജു ഉദ്ഘാടനം ചെയ്തു. അവന് പോകാൻ മറ്റ് വാഹനങ്ങളില്ല. ആ സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിച്ച് തന്റെ യാത്ര ക്രമപ്പെടുത്തുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന് കഴിഞ്ഞ 4 ദിവസക്കാലമായി എവിടെയും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ആ സ്വകാര്യ ബസ് സമരമാണ് ഇവിടെ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഏത് തരത്തിലുള്ള ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത്? നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ സമരം പ്രഖ്യാപിച്ചാൽ തൊഴിലാളികളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ച് ആ ആവശ്യങ്ങളിൽ എന്ത് നടപടികളാണ് കൈക്കൊള്ളാൻ പോകുന്നത് എന്ന് സമരക്കാരോട് പറയാൻ ഉത്തരവാദപ്പെട്ടവർ ബാധ്യസ്ഥരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് ഒരു ചർച്ച നടക്കുന്നത്. വി നാസർ മാസ്റ്റർ അധ്യക്ഷനായി. ഡോക്ടർ NA റഫീഖ്, KP സാജു, NB മുനീർ, നൌഷാദ് അണിയാരം, TK ഹനീഫ്, ഉമൈസ തിരുവമ്പാടി, MBK അയൂബ്, K അൻസാർ, VP അബൂബക്കർ ഹാജി, TK ഹാരിസ്, അർഷദ് മൂലക്കാൽ, TH നാരായണൻ, അഫ്നാസ് കൊല്ലത്തി, അക്ബർ കുന്നോത്ത്, കാസിം ഹന, CH നിസാർ എന്നിവർ സംസാരിച്ചു.
റബ്കോയുടെ കതിരൂർ വേറ്റുമില്ലിലെ നവീകരിച്ച ഷോറൂം ആഗസ്റ്റ് 11 ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ സംഘാടക സമിതി യോഗം ചേർന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി യോഗത്തിൽ റബ്കോ ചെയർമാൻ കരായി രാജൻ അധ്യക്ഷനായി. ലഭ്യതയുടെ താമസം ഒരു തരത്തിലുള്ള പ്രയാസം നമ്മളെ നേരിടാനിടയാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും സർക്കാരാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. റബ്കോവിൻ്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള വിശ്വസ്തതയും അതിൻ്റെ ക്വാളിറ്റിയും ആണ് ഇത് നിലനിന്ന് പോകാനുള്ള, പിടിച്ചു നിന്ന് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ ഏതൊരു പ്രധാനപ്പെട്ട സ്ഥാപനമെടുത്താലും ആ സ്ഥാപനത്തിൻ്റെ എല്ലാം വേദി അലങ്കരിക്കുന്നത് റബ്കോവിൻ്റെ ഫർണിച്ചറുകളാണ്. റബ്കോ MD മോൺസൺ ജോസഫ്, റബ്കോ ഫാക്ടറി മാനേജർ ശ്രീജേഷ്, കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ, KV പവിത്രൻ, അജിത് കാരായി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തയിലേക്ക്. SPC ദിനത്തിന്റെ ഭാഗമായി പാനൂർ PRMHSSലെ SPC കേഡറ്റുകൾ പാനൂർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേഡറ്റുകൾ എത്തിയത്. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 40ഓളം SPC കേഡറ്റുകളാണ് പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ലോക്കപ്പ് മുറിയും ആയുധങ്ങളും കേഡറ്റുകൾ കണ്ടറിഞ്ഞു. ലോകത്തിനാകെ മാതൃകയായ പദ്ധതിയാണ് SPC എന്നും സമൂഹ നന്മയ്ക്കനുകൂലമായും തിന്മകൾക്ക് എതിരായും പ്രവർത്തിക്കേണ്ടവരാണ് SPC കേഡറ്റുകളെന്നും പോലീസ് ഇൻസ്പെക്ടർ
MV ഷീജു പറഞ്ഞു. മാത്രമല്ല ലോകരാജ്യങ്ങളിൽ നിന്നടക്കം പല സ്കൂളിൻ്റെ ആൾക്കാരും വന്ന് ഈ പദ്ധതിയെപ്പറ്റി പഠിക്കുകയും അവരുടെ രാജ്യത്തിലേക്ക് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ 10,000 കണക്കിന് സ്കൂളുകളിൽ സംവിധാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചടക്കവും രാജ്യസ്നേഹവും പൗരബോധവും ഒക്കെയുള്ള ഉത്തമ പൗരന്മാരായി നിങ്ങൾ ഓരോരുത്തരെയും വളർത്തിയെടുക്കാനുള്ളൊരു സംവിധാനം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നിങ്ങളെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇതുമായി നടത്തുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്നതിൻ്റെ ഭാഗമായി SPCയുടെ ഭാഗമായി നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കണ്ടോ? ശരി. എന്തിനാണ് പോലീസ് സ്റ്റേഷൻ? ഒരു നാട്ടിൽ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ? ഒരാൾ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ പൊതുവായി ചോദിക്കും. നിങ്ങൾ പറയുമ്പോൾ ഒരാൾ കൈപൊക്കുക, അയാൾ പറയാം. നിങ്ങൾ പറയുന്നത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തെറ്റും പറയാം, എന്ത് പറയാനുള്ള അവസരമാണ്. അത് പറഞ്ഞു പഠിക്കണം. പ്രത്യേകിച്ച് SPC കേഡറ്റുകൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുകയും ചോദിക്കാനുള്ളത് ചോദിക്കുകയും ആരെ മുന്നിലായാലും ചോദിക്കുകയും ചെയ്യണം. മനസ്സിലായോ? നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങൾ ഓരോ അറിവ് നേടേണ്ട സമയമാണ് അല്ലേ? അപ്പം നിങ്ങൾക്കറിയാനുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ആരോടായാലും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയാലും ചോദിക്കാം. SPC ഓഫീസർ സിന്ദഗി, അമൽദാസ് എന്നിവർ നേതൃത്വം നൽകി. സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ KC ലിനീഷ്, K ലിജിൻ, PRO N ഷീജി എന്നിവർ കേഡറ്റുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആദരം 2025 സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ഈ വർഷം വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പല സ്ഥലത്തും പറയാനുള്ള ഒറ്റ കാര്യങ്ങളുള്ളൂ. എല്ലാം വീട്ടിലെ ഒരു അണുകുടുംബമായാലും രക്ഷിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് 1 മണിക്കൂറെങ്കിലും ചെലവിടണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ രക്ഷിതാക്കൾക്ക് തന്റെ മക്കളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനും അവരുടെ ആവശ്യം മനസ്സിലാക്കാനും ചിലപ്പോൾ ആ 1 മണിക്കൂർ മാത്രമായിരിക്കും. എല്ലാവരും തിരക്കുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നടന്നു പോകുന്നത്. അതേപോലെ ഏറ്റവും ബഹുമാനിക്കേണ്ടതാണ് ഗുരുജനങ്ങളെ. ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കാണുന്നത് നമ്മൾ അവിടെയാണ്. വിദ്യാർത്ഥി അധ്യാപക ബന്ധങ്ങളിൽ ഒരു വിള്ളൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പണ്ട് പഴയ കാലഘട്ടത്തിൽ നമ്മളെല്ലാം പഠിക്കുമ്പോൾ നമ്മളെ അടിക്കാൻ ചുവരുകളുപയോഗിക്കുന്നു, കയ്യിൽ നുള്ളുന്നു, കുത്തുന്നു, ഇങ്ങനത്തെ അധ്യാപകന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം അത് ചെയ്തത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്. നമ്മുടെ അറിവിലേക്ക് നയിക്കാനും നമ്മുടെ സമൂഹത്തെ ഒരു നല്ലതായി സൃഷ്ടിക്കാനും വേണ്ടി മാത്രമാണ്. പക്ഷെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ചില മാറ്റങ്ങൾ മാഷ് അടിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പാടില്ല, മാഷൊന്ന് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയാൻ പാടില്ല. പക്ഷെ അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. PRMHS പ്രിൻസിപ്പൽ ഡോക്ടർ CM ബിഷ ഉപഹാര സമർപ്പണം നടത്തി. PTA പ്രസിഡന്റ് KK സുധീർ കുമാർ അധ്യക്ഷനായി. KP ഉമ്മുകുൽസു, K അബ്ദുള്ള, MR ബിന്ദു, KP സായന്ത്, നിതിൻ വാടിയിൽ, അഭിറാം, E മിനിഷ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക നളിനി മാവില സ്വാഗതവും VP യദുകൃഷ്ണ നന്ദിയും പറഞ്ഞു. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് യൂണിറ്റ് SPCയുടെ 15ാമത് വാർഷികം ആഘോഷിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രി RMO ഡോക്ടർ VS ജിതിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്തബോധമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യം കേഡറ്റുകളിൽ എത്തിക്കാനായാണ് രക്തദാനം മഹാദാനം എന്ന ലക്ഷ്യത്തോടെ ജീവധാര രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 132 കേഡറ്റുകൾ കൊണ്ടുവന്ന രക്തദാതാക്കളാണ് പരിപാടിയിൽ പങ്കാളികളായത്. തലശ്ശേരി ജനറൽ ആശുപത്രി RMO ഡോക്ടർ VS ജിതിൻ ഉദ്ഘാടനം ചെയ്തു.
പലപ്പോഴും മാഷിമാർക്കോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാർക്കോ വീട്ടുകാർക്ക് പോലും അറിയാത്ത കുട്ടികളുടെ ഓരോ പ്രശ്നങ്ങൾ അവരുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ എന്റെയൊക്കെ ഇപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഈ സ്കൂളിൽ നിന്ന് പോയ ഈ സ്കൂളിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. ഇന്ന് വൈകുന്നേരം ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ ഒന്നിച്ച് കാണുന്നത് ഈ സ്ഥാപനത്തിൽ നിന്ന് പോയ 25 വർഷം മുന്നേയുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്. UP സ്കൂൾ ഹൈസ്കൂൾ കാലഘട്ട സുഹൃത്തുക്കളാണ് നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു ആത്മാർത്ഥമായ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളായി കഴിയുക. ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെയില്ലാത്ത സ്പീസീസ് സെലക്ഷൻ കിട്ടാത്ത കുട്ടികളുമായി നല്ല രീതിയിൽ. സ്കൂൾ പ്രിൻസിപ്പൽ കെ അനിൽകുമാർ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ യൂസഫ് ഒതയോത്ത് സ്വാഗതം പറഞ്ഞു. പാനൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ PP രാജീവൻ, ASI ശിവപ്രസാദ്, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ഭരതൻ മാസ്റ്റർ, ഡെപ്യൂട്ടി HM KM ഉണ്ണി, സ്റ്റാഫ് സെക്രട്ടറി P വിജിത്ത്, ഡ്രിൽ ഇൻസ്ട്രക്ടർ ഒതയോത്ത് രാജീവ്, റാഷിൻ എന്നിവർ സംസാരിച്ചു. CPO MK രാജീവൻ നന്ദി പറഞ്ഞു. ചടങ്ങിൽ ഡോക്ടർ VS ജിതിന്റെ ഛായാചിത്രം വരച്ച സീനിയർ കേഡറ്റ് OK ദേവദർശനെ ഡോക്ടർ നൽകിയ ഉപഹാരം പ്രധാന അധ്യാപകൻ കൈമാറി. പാനൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ PP രാജീവൻ SPC പതാക ഉയർത്തി. തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. MT സനേഷ്, K പവിത്രൻ, VV അജേഷ് എന്നിവർ നേതൃത്വം നൽകി. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നും കൂട്ടുകാരെയും ബന്ധുമിത്രാദികളെയും ഞാൻ മനസ്സിലാക്കും. ആയതിനാൽ അവയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും JF റോക്ക് ആൻഡ് പോപ്പ് മ്യൂസിക് അക്കാദമി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ ബ്രണ്ണൻ സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സിനിമാ സംഗീത സംവിധായകൻ തേജ് മർവിൻ, കീബോർഡ് പ്ലെയർ ഡൊമിനിക് മാർട്ടിൻ എന്നിവർ ചേർന്ന് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ച് ജാക്കിൻ്റെ സ്കൂളായതുകൊണ്ട് ഞാൻ ഓർക്കസ്ട്രയിൽ ഗിറ്റാർ വായിക്കുന്ന കാലത്ത് തൊട്ടുള്ള ബന്ധമാണ് ജാക്കായിട്ട്. പിന്നെ ഡൊമിനിക്ക് എൻ്റെ കൂടെ കീബോർഡ് വായിക്കുന്ന ഡൊമിനിക്കിൻ്റെ കൂടെ കേരളത്തിലാണ് ജാക്കിനെ പറ്റിയപ്പെടുന്നത്. ജാക്ക് എപ്പോൾ ലീവിന് വന്നാലും നമ്മൾ കാണാണ്ടിരിക്കില്ല. എന്തായാലും ഈ സ്കൂളിൽ നല്ലതായിട്ട് കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടാവട്ടെ. അക്കാഡമിക് ഇതിൽ ഈ സ്കൂൾ അറിയപ്പെടുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കും ഒരു സമഗ്രമായ പഠനാനുഭവം നൽകാനാണ് അക്കാദമി ലക്ഷ്യമിടുന്നതെന്ന് 40 വർഷത്തിലേറെയായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന അക്കാദമി ഡയറക്ടർ ജാക്ക് ഫെർണാണ്ടസ് പറഞ്ഞു. ഗിറ്റാർ, കീബോർഡ്, ഡ്രംസ്, പിയാനോ, വെസ്റ്റേൺ വോക്കൽ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മ്യൂസിക് തെറാപ്പി, തബല എന്നീ ഇനങ്ങളാണ് JF റോക്ക് ആൻഡ് പോപ്പ് മ്യൂസിക് അക്കാദമിയിൽ പരിശീലിപ്പിക്കുന്നത്. സംഗീതം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം വിലപ്പെട്ട പ്രകടനാനുഭവങ്ങൾ നേടാനും വിദ്യാർത്ഥികൾക്ക് ഒരു വേദി ഒരുക്കുക എന്നതാണ് അക്കാദമിയുടെ പ്രധാന ലക്ഷ്യമെന്നും ഡയറക്ടർ പറഞ്ഞു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അക്കാദമി സംഘടിപ്പിച്ച വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഗിറ്റാറിസ്റ്റ് ശ്യാം പ്രകാശ്, തബല ആർട്ടിസ്റ്റ് സുരേഷ് ബാബു, ബാസ് ഗിറ്റാറിസ്റ്റ്
ഡോൾമൻ, മ്യൂസിഷ്യൻ സിറാജുദ്ദീൻ ബക്കർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് സംഗീത വിരുന്നും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. പണിമുടക്ക് സമരം പിൻവലിക്കാൻ തീരുമാനമുണ്ടായിട്ടും തലശ്ശേരി കേന്ദ്രീകരിച്ച് തുടരുന്ന അനിശ്ചിതകാല ബസ് സമരം 4ാം ദിവസവും തുടർന്നു. സർവീസ് നടത്തിയത് ചുരുക്കം ചില ബസ്സുകൾ മാത്രം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. അമിത്ഷാ പറഞ്ഞ വാക്കുപാലിച്ചെന്നും പാംബ്ലാനി. മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവതി ന്യൂമാഹി പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് മട്ടാമ്പ്രം സ്വദേശി റുബൈദ. ഒരു കൂട്ടം തൊഴിലാളികൾ നടത്തുന്ന ബസ് സമരത്തിനെതിരെ തലശ്ശേരിയിൽ ഡിവൈഎഫ്ഐ രംഗത്ത്. ശനിയാഴ്ച സർവീസ് നടത്താത്ത ഒരു ബസ്സും ഞായറാഴ്ച നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്നും ഡിവൈഎഫ്ഐ. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.